വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതേതാ സ്ഥലം, അതോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണോന്ന്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടല്ല, എൻ്റെ വീട്ടിലത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഈവനിങ് ടു നൈറ്റ് വ്ളോഗാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ പുറത്ത് ഞങ്ങൾ ഉപ്പപ്പാനെ കാത്തിക്കാന്ന് കേട്ടോ. ഉപ്പ പണി മാറ്റി വരുന്നത് വരെ ഇതാ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. പുറത്ത് സിറ്റ് ഔട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോഴേക്കും അയാനക്കുട്ടീൻ്റെ മക്കനൊക്കെ വാങ്ങിങ്ങാണ്ട് ആൾ തട്ടൊക്കെ ചുറ്റിങ്ങാണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്കിപ്പോൾ അങ്ങനെ ഷോളൊക്കെ ഇങ്ങനെ ചുറ്റിങ്ങാണ്ട് ഇരിക്കുന്നത്. അത് എത്ര ഇട്ടാലും അങ്ങോട്ട് ശരിയാവില്ല. മുഖത്ത് ഇങ്ങനെ മാറ്റി മാറ്റി കണ്ടില്ലേ നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങ് ഊരി മാറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഉപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ രാത്രിക്കൽക്കുള്ള ഫുഡിൻ്റെ പരിപാടി നോക്കാമെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായിരുന്നു ഇവയൊക്കെ കരയാൻ തുടങ്ങിയിട്ട്. നമ്മൾ വീടിരുന്നിട്ട് ശരിക്കും അങ്ങനെ നിന്നിട്ടില്ല കേട്ടോ. പുതിയ വീട്ടിലേക്ക് ഇരുന്നതിന് ശേഷം ഉമ്മ എന്നും വിളിക്കും വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. ഉമ്മ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർ തിരിച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ ഇവായും അയാനക്കുട്ടിയും കരയും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പോരും ചെയ്യൂല കേട്ടോ. കുട്ടികളെ കരയിക്കണ്ട പറഞ്ഞിട്ട് ഞാൻ വരൂല കരയണ കാണാനെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോരൂല. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ രാത്രിക്കൽക്കുള്ള ഫുഡൊക്കെ ആക്കുകയെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റും ഉണ്ട്. നമ്മൾ മാത്രമല്ല കേട്ടോ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു മഗ്‌രിബൊക്കെ ആവേണ്ട ആ ഒരു നേരത്ത് നമ്മുടെ കസിൻസ് വിളിച്ചിട്ട് അവരും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും കൂടെ വന്നപ്പോൾ അവരും കൂടെ ആയപ്പോൾ എല്ലാവരും കൂടെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ആക്കുന്നത്. അവർ മഗ്‌രിബിക്ക വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ ഉറപ്പ് കിട്ടിയത് കേട്ടോ. അവരിങ്ങനെ കുറേ ദിവസമായിരുന്നു ഇത്ര പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇന്നാണ് സെറ്റായിട്ട് പ്ലാനൊക്കെ സെറ്റായി വന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കസിൻസ് വന്ന് അതുപോലെ തന്നെ അനിയൻ്റെ കമ്പനീസ് വന്നു കേട്ടോ. ചങ്കുകളാണ്. അപ്പോൾ അങ്ങനെ ഇതാ ചോറിനുള്ള വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ട അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. എന്നതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നത് നിങ്ങൾക്ക് ദിവസവും കാണാമല്ലോ. ഞാൻ ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ ഞാൻ അരിയൊക്കെ കഴുകിങ്ങാണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ അരിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതവിടെ കിടന്നങ്ങാണ്ട് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചട്ടൊക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കടായിലാണ് കേട്ടോ ചിക്കൻ കറി വെക്കുന്നത്. വലിയ കടായിയാണ്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ഈ ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അതാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ ഈ ഒരു കടായി. ഇങ്ങനെ ചിക്കൻ കറി അതുപോലെ തന്നെ നല്ല ബീഫ് വരട്ട് ചിക്കൻ വരട്ട് അങ്ങനത്തെയൊക്കെ വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. വലിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ല ഉപകാരപ്പെട്ട ഒരു ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്ക് എന്ന് പറയുന്നത് ഞാനോ ഉമ്മയൊന്നും അല്ല കേട്ടോ, ഉപ്പയാണ്. അപ്പോൾ അതാ ഉപ്പാനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാനക്കുട്ടിക്കുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ചോറ് അവിടെ ദമ്മിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ എന്താ പറയുക സവാള ഒന്ന് കട്ടാക്കിങ്ങാണ്ട് എടുക്കുകയെന്ന്. നമ്മുടെ സാലഡ് ഉണ്ടല്ലോ നമ്മൾ തൈര് എന്ന് പറയും കേട്ടോ, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറുതാക്കി കട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 പേരാണ് കേട്ടോ വരുന്നത്. 2 മാമൻ്റെ മക്കളും പിന്നെ ഒരു ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോനും കൂടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ 3 പേരുമാണ് വരുന്നത്. പിന്നെ നമ്മളും കേട്ടോ. അപ്പോൾ അങ്ങനെ സാലഡിന് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ടാക്കിങ്ങാണ്ട് അത് റെഡിയാക്കുകയാണ്. കുറേ ആയിക്കൊണ്ടോ നമ്മൾ ഇവരിങ്ങനെ വരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തായാലും നമ്മൾ വന്ന ദിവസം തന്നെ അവരും വന്നപ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. അവരുടെ കൂടെ കൂടാൻ പറ്റിയാലോ എന്ന് ആലോചിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഞാൻ തൈരിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കിങ്ങനെ അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ തൈര് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ഈ കടയിൽ നിന്ന് വാങ്ങുന്ന തൈരിന് അധികം പുളി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് പുളി വേണമെന്ന് ആവശ്യമുള്ളവർക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള വോയിസ് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ, കാരണം കസിൻസ് പോയിട്ടില്ല. അപ്പോൾ അവരവിടെ നല്ല ചിരിയും കളിയും വർത്താനൊക്കെ ആയിട്ട് അങ്ങനെ മുകളിൽ നിന്ന് സൗണ്ട് ഉള്ളതാണ്. അപ്പോൾ അതാ എൻ്റെ തൈരൊക്കെ റെഡി ആയപ്പോഴേക്കും ഉമ്മ അവിടെ ചോറൊക്കെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതാ അവർക്ക് വരുമ്പോഴേക്കും ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുക്കണ്ടേ. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തിട്ടില്ലേനും എന്നാൽ നമ്മളൊക്കെ ചെനച്ച മാങ്ങ എന്നാട്ടോ പറയുക, അങ്ങനത്തെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വെളുത്ത മൂവാണ്ടൻ എന്നാണ് നമ്മൾ ഇവിടെ ഈ മാങ്ങക്ക് പറയുക കേട്ടോ. അപ്പോൾ ആ ഒരു മാങ്ങയും കൊണ്ടാണ് ജ്യൂസ് അടിക്കുന്നത്. നമ്മൾ പച്ചമാങ്ങ കൊണ്ടും ഇതുപോലെ അടിക്കാം കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ എന്ന് വേണമെങ്കിലും പറയാം, കാരണം നല്ല പഴുത്തിട്ടില്ല, ആ കളറൊക്കെ മാറി നല്ല ചെനച്ച മാങ്ങ ഉണ്ടല്ലോ, ആ ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ 2 മാങ്ങ ചെറുതാക്കി കട്ടാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അവരിപ്പോൾ ഏകദേശം എത്താനൊക്കെ ആയിട്ടുണ്ട്, മഗ്‌രിബൊക്കെ കഴിഞ്ഞാൽ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഒരു 2-3 ഏലക്കായ, അധികം ആയിപ്പോവരുത് കേട്ടോ. ത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചിലർ പച്ചമുളക്, ഇഞ്ചി, അതുപോലെ തന്നെ പുതിനയില അതൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കും കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ സിമ്പിളായിട്ടാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒന്ന് നല്ല അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ അരച്ചെങ്ങാണ്ട് എടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്കത് അരിപ്പയിലോട്ട് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു തരി കടിക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോഴേക്കും നമ്മുടെ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ കൊണ്ട് വന്നപ്പോൾ 3 ഭാഗത്തൂടെ പോയിട്ട് ഇട്ടത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കണം. അവരാകെ അന്തം വിട്ടിക്കാണ്, എന്തപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിൽക്കണ എഴുതിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ വേഗം പിന്നെ ഫോൺ കൊണ്ട് ഇങ്ങോട്ട് തന്നെ പോന്നു, ഇനി വന്ന പാടെ അവരെ ചടപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ജ്യൂസ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ജ്യൂസിൻ്റെ കളർ ഉണ്ടില്ല, ആ ഒരു ചെന മാങ്ങേണ്ട ഉണ്ടാക്കിയത് കാരണം നല്ല രസമുള്ളൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ ചെനച്ച മാങ്ങേണ്ടൊന്നും ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവിടെ ചട്ടിയൊക്കെ വെച്ചെങ്ങാണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഉലുവട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ സവാള കട്ടാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉപ്പാൻ്റെ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചതോ പേസ്റ്റോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പം ഇവിടുത്തെ സ്പെഷ്യൽ കുക്കാണ് കേട്ടോ, ഷെഫാണ്. നമ്മളുടെ കുക്കിങ്ങൊന്നും ഇവിടെ ഒന്നുമല്ല എന്ന് പറയില്ല, നമ്മുടെ ഗുരു എന്ന് വേണമെങ്കിൽ എന്നല്ല, ഉപ്പാൻ്റെ കുക്കിംഗ് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ കുക്കിംഗ് പഠിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് കറിവേപ്പില, തക്കാളി, പച്ചമുളക് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ആ തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ ബിരിയാണിയാണ് കേട്ടോ മെയിനായിട്ട് പറയാനുള്ളത്. മൂപ്പര് എന്ത് തട്ടിക്കൂട്ടി വെച്ചാൽ തന്നെ അതിന് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നേരങ്ങത്തിൽ ഉണ്ടാക്കിയാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും. അടിപൊളി ടേസ്റ്റാണ്. അത്രക്കും നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ നോൺ വെജ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഉപ്പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് 3 കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ, ഇപ്പോഴാണ് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വറുത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ വെളുന്നനൊരു കളറ് വരുമല്ലോ, ആ ഒരു കളറില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പൊടികൾ വറുത്ത് ചേർക്കുന്നത്. നല്ലൊരു കളറ് കിട്ടും നമ്മളുടെ ചിക്കൻ കറിക്കും ചിക്കനും ഒക്കെ കേട്ടോ. ചിക്കനൊക്കെ നല്ല കളറുണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചിക്കൻ കറി വെച്ച് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളുണ്ട്. നല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിളാണ്. അധികം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് റെഡിയാക്കുന്നതാണ് കേട്ടോ. പക്ഷേ ചിക്കനാണെങ്കിലും കറിക്കാണെങ്കിലും നല്ലൊരു കളറും കിട്ടും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ, നല്ലൊരു കുറുക്കും ഒക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ കറിക്ക്. അപ്പോൾ അങ്ങനെ നല്ലപോലെ ചിക്കൻ ഇട്ടിട്ട് ആ ഒരു മസാലയിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ വെള്ളം ഒഴിച്ചപ്പോൾ ഉള്ള കളർ നിങ്ങൾ കാര്യമാക്കേണ്ട, അത് ആ വെള്ളം ഒഴിച്ച് വരുമ്പോഴാണ് വെന്ത് സെറ്റായി വരുമ്പോൾ അടിപൊളി കളറാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാണ്ടില്ലേ നമ്മുടെ ചിക്കൻ കറി കണ്ടില്ലേ, ചിക്കൻ കറിയുടെ കളറ് നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു വെളുന്നനെയോ ഒരു മഞ്ഞ കളറിലോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും തൈരും പപ്പടവും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആക്ടിങ്ങിലാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. ഇനിയിപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്, ചിക്കൻ കറിയും പത്തിരിയും പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഷൂട്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ, ട്രൈപ്പോഡൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.